കോഴിക്കോട് വടകര നഗരസഭ 63 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച ജൂബിലി കുളം തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നാടിന് സമർപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കുളം നവീകരിച്ചതോടെ മനോഹരമായ കാഴ്ചയായി മാറി. പൊതുജനങ്ങൾക്ക് സമയം ചെലവഴിക്കാനും വിശ്രമത്തിനും വ്യായാമത്തിനും കുളത്തിന്റെ പരിസരം ഉപയോഗപ്പെടുത്താൻ കഴിയും വിധമാണ് കുളം നവീകരിച്ചത്. ULCCS ആണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് നാട്ടിൽ നടക്കുന്നത്. കേരളം മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തിൽ ഓരോരുത്തരുടെയും മനോഭാവത്തിൽ മാറ്റം വരണമെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഒരു വിഭാഗം ആളുകളുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ, ഇത് ജനാധിപത്യല്ലേ, ഞങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, സർക്കാരും മുനിസിപ്പാലിറ്റി മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് സംസ്കരിച്ചോളണം. ഇതാണ് മനോഭാവം. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. അതവർ നിർവഹിക്കണം. ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർന്നില്ല. ഓരോ വ്യക്തിക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കുളം സ്ഥിതി ചെയ്യുന്ന JT റോഡും പരിസരവും കൂടി സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1901 വടകരയിലെ ജൂബിലി കുളം നിർമ്മിച്ചത്. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് നിർമ്മിച്ചത്. വടകരയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. നവീകരണത്തോടെ ഒരു പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.